ചെലവ് ചുരുക്കും, സർക്കാർ ആഡംബരങ്ങൾ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ വലിയ തീരുമാനങ്ങളിലൊന്ന് മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ കോടികൾ അനുവദിച്ചതാണ്. സർക്കാർ അധികാരമേറ്റ ആദ്യ ദിനം തന്നെ ഔദ്യോഗിക വസതികൾ നവീകരിക്കാൻ അനുവദിച്ചത് ഏകദേശം 3,96,00,000 രൂപയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം നീങ്ങുകയാണെന്നും ജനങ്ങളോട് ചെലവ് ചുരുക്കണമെന്നുമാണ് പ്രധാനമന്ത്രി പറയുന്നത്. രാജ്യത്തോടൊപ്പം തന്നെ സംസ്ഥാനവും അത്തരമൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. സാഹചര്യം അങ്ങനെയാണെന്നിരിക്കെ മന്ത്രിമാർക്കുള്ള ബംഗ്ലാവുകൾ മോടി പിടിപ്പിക്കാൻ ഇത്രയും വലിയ തുക എന്തിനാണെന്നാണ് ചോദ്യം. വലിയ വാഗ്ദാനങ്ങൾ നൽകി അധികാരമേറ്റ UDF സർക്കാരിന്റെ ആദ്യ തീരുമാനങ്ങളിലൊന്നായി മന്ത്രിമന്ദിരങ്ങളുടെ മോടികൂട്ടലാണോ വേണ്ടിയിരുന്നത് എന്നതാണ് ഉയരുന്ന ചോദ്യം. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം തയ്യാറാക്കിയ കണക്ക് പ്രകാരം ക്ലിഫ് ഹൌസ് ഉൾപ്പെടെ 10 പ്രധാന സർക്കാർ വസതികൾ നവീകരിക്കാൻ ആകെ 5,31,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കിയിരുന്നത്. ക്ലിഫ് ഹൌസിന് മാത്രം 1,35,00,000 രൂപയ്ക്ക് മുകളിലുള്ള എസ്റ്റിമേറ്റ് ആണ് സമർപ്പിച്ചിരുന്നത് എന്നതാണ് വിവരം. പക്ഷേ ഇപ്പോൾ ക്ലിഫ് ഹൌസ് ഒഴികെയുള്ള 9 മന്ത്രിമന്ദിരങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ 3.96 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിനും പിന്നീട് പ്രത്യേകമായി തുക അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് മൻമോഹൻ ബംഗ്ലാവിനാണ്, ഏകദേശം 81 ലക്ഷം രൂപ. ഏറ്റവും കുറവ് പെരിയാർ ബംഗ്ലാവിന് 31 ലക്ഷം രൂപ. സിവിൽ ജോലികൾക്കും ഇലക്ട്രിക്കൽ ജോലികൾക്കുമാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പിന്നീട് ഫർണിച്ചർ, ഇന്റീരിയർ, സുരക്ഷ, മറ്റ് സംവിധാനങ്ങൾ എന്നിവയും ചേർന്നാൽ ചെലവ് ഇനിയും ഉയരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിനിടയിൽ മറ്റൊരു കൗതുകകരമായ സംഭവം കൂടി നടക്കുകയാണ്. ഏത് മന്ത്രി ഏത് ബംഗ്ലാവിലാണ് താമസിക്കുകയെന്ന മത്സരമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത്. ഓരോ മന്ത്രിമാരും തങ്ങൾക്ക് ഇഷ്ടമുള്ള ഔദ്യോഗിക വസതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പ ബംഗ്ലാവിനോടാണ് താല്പര്യം. P.K. കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് നന്ദൻകോട്ടുള്ള ലിന്ദ്ഹർസ്റ്റ്, സണ്ണി ജോസഫ് കാവേരി, K. മുരളീധരൻ സനഡു ബംഗ്ലാവ്, P.K. ബഷീർ പെരിയാർ, M. ലിജു കവടിയാർ, അനൂപ് ജേക്കബ് നെസ്റ്റ്, P.C. വിഷ്ണുനാഥ് ഗംഗ, ഇങ്ങനെ ഓരോ നേതാക്കളും ഓരോ ബംഗ്ലാവുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിലും രസകരമായ കാര്യം ചില ബംഗ്ലാവുകൾക്ക് ഒന്നിലേറെ ആവശ്യക്കാരുണ്ടെന്നതാണ്. പൗർണമി ബംഗ്ലാവിന് മോൻസ് ജോസഫും ബിന്ദു കൃഷ്ണയും താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഗ്രേസ് ബംഗ്ലാവിനായി K. തുളസിയും AP. അനിൽകുമാറും രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് മന്ത്രിസഭാ രൂപീകരണത്തെക്കാൾ കടുത്ത ചർച്ചയാണ് ഇപ്പോൾ ബംഗ്ലാവ് തിരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ഇതെല്ലാം നടക്കുമ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, ക്ഷേമ പദ്ധതികളിലെ നിയന്ത്രണങ്ങൾ, സർക്കാർ കടബാധ്യത ഇതെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്ത് അധികാരത്തിലെത്തിയ ഉടൻ സർക്കാർ മുൻഗണന നൽകേണ്ടത് മന്ത്രിവസതികളുടെ മോടികൂട്ടലായിരുന്നോ എന്നതാണ് ആ ചോദ്യം. അതേസമയം സർക്കാരിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് മറ്റൊന്നാണ്. ഔദ്യോഗിക വസതികൾ വർഷങ്ങളായി നവീകരണം നടത്താതെ അറ്റകുറ്റപ്പണികൾ ആവശ്യമായ നിലയിലായിരുന്നു. സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനാലാണ് ഫണ്ട് അനുവദിച്ചതെന്നാണ് അവരുടെ വാദം. ഇതേ ആളുകൾ തന്നെയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമന്ദിരങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ചെന്ന പ്രചാരണം നടത്തിയത് എന്നുകൂടി ഓർക്കണം. ഒരു ഭാഗത്ത് സാമ്പത്തിക ഞെരുക്കത്തെ പറ്റിയുള്ള മുണ്ടുമുറുക്കൽ ആഹ്വാനം, മറുഭാഗത്ത് കോടികളുടെ ബംഗ്ലാവ് നവീകരണം. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളും പ്രതിഷേധങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.